പൂമ്പാറ്റ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ. ഒന്ന് സങ്കല്പിക്കൂ, നാം ഏവരും കുഞ്ഞു പ്രായത്തിൽ ആ നിഷ്കളങ്കതയിൽ മുറ്റത്തെ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പാറി പറന്ന് നടന്ന് അതോടൊപ്പം നാമും ഓടി ചിത്രശലഭത്തിൻ്റെ പുറകിൽ കളിച്ച് രസിച്ച് നൃത്തം ചെയ്ത് ആനന്ദിച്ച് സങ്കല്പിക്കും. പൂക്കളിൽ നിന്നും തേൻ നുകർന്ന് പൂക്കളിലെ പൂമ്പൊടി മറ്റ് പൂക്കളിലേക്ക് നിക്ഷേപിച്ച് പരാഗണം, പോളിനേഷൻ എന്ന പ്രക്രിയ ചിത്രശലഭങ്ങളിലൂടെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ചിത്രശലഭങ്ങൾക്ക് രുചികരമായിട്ടുള്ള നല്ല തേൻ, എന്നാൽ പരാഗണം, പോളിനേഷനെ സഹായിക്കുന്ന പ്രക്രിയ ചിത്രശലഭത്തിലൂടെ പൂക്കൾക്ക് ലഭിക്കുന്നു. ഇത് നാം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ സത്യം സ്വീകരിക്കുക. മാത്രവുമല്ല, ചിത്രശലഭങ്ങൾക്ക് നല്ല കാഴ്ചശക്തി, വിസിബിലിറ്റി, അൾട്രാ വയലറ്റ് രശ്മികളെ പോലും കാണാൻ സാധിക്കുന്നു എന്നാണ് പഠനം. മാത്രവുമല്ല, അതിൻ്റെ ആ ആൻറ്റിന ഉണ്ടല്ലോ, ചിത്രശലഭത്തിൻ്റെ കൊമ്പുകൾ, അതിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ സ്വീകരിക്കാൻ വൈദ്യുത കാന്തിക തരംഗം, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ നൽകുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ ആൻറ്റിന. നമുക്കറിയാമല്ലോ ആൻറ്റിന എന്നതുപോലെ നമ്മുടെ ചിന്ത ഊർജമാണെന്ന് മനസ്സിലാക്കുക. സ്കെയിലാർ വേവ്സിലൂടെ നാം ചിന്തിക്കുന്നത് നാം ഇരിക്കുന്ന ആ പ്രദേശത്തും ആ സ്ഥലത്തും മറ്റുള്ളവരിലേക്ക് ഈ തരംഗം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നു. ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ചിന്ത ഊർജമാണ്. തോട്ട് ഇസ് എനർജി. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വിക്ഷേപണ കേന്ദ്രമാണ്. അതിനാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ചിത്രശലഭത്തിൻ്റെ ആ നിഷ്കളങ്കത, നാം എങ്ങനെയായിരുന്നു നമ്മുടെ കുഞ്ഞുനാളിൽ, ആ നിഷ്കളങ്കത, ആ നന്മ എല്ലാവരിലേക്കും എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തയിലൂടെ പ്രചരിക്കട്ടെ. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനാ നിർഭരമായ മനസ്ഥിതി, ഇതാണ് ധ്യാന അവസ്ഥ. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിലകൊള്ളാം. ഈ തിരിച്ചറിവുണ്ടായാൽ മതി. പ്രകൃതിയിലേക്ക് മടങ്ങി വരൂ. നമുക്കെല്ലാവർക്കും ചിത്രശലഭത്തിൻ്റെ പുറകിലോടാം. ദൈവത്തിൻ്റെ മക്കളാണ് നാം. പ്രായം കൊണ്ട്, ശരീരം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ
വളർന്നിരിക്കാം. പക്ഷേ എക്കാലവും എന്നും നാം ദൈവത്തിൻ്റെ, പ്രകൃതിയുടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും സമാധാനം, ആനന്ദം എല്ലാവരിൽ നിന്നും പ്രചരിക്കട്ടെ, പ്രസരിക്കട്ടെ. നല്ലത് മാത്രം, നന്മ മാത്രം പ്രകൃതിയിലേക്ക് മടങ്ങി വരൂ. പ്രകൃതിയുടെ മക്കളാണ് നാം. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, നന്മയുണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ.